talk about hair care. Welcome back to my channel. അപ്പോൾ ഞാൻ ഇൻസ്റ്റഗ്രാമിൽ ഒരു സജഷൻ പോലെ ചോദിച്ചിട്ടുണ്ടായിരുന്നു വാട്ട് യു വോണ്ട് ടു സീ നെക്സ്റ്റ്. അപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ വന്നത് ഈ ഒരു ടോപ്പിക് ആയിരുന്നു, ലൈക്ക് ഹെയർ കെയർ റുട്ടീൻ ആൻഡ് സ്കിൻ കെയർ റുട്ടീൻ. സോ ടുഡേ വി ആർ ഗോയിങ് ടു ടോക്ക് അബൌട്ട് ഹെയർ കെയർ. ഡിസ്ക്ലെയിമർ, ഇത് എൻ്റെ ഹെയർ കെയർ റുട്ടീനാണ്. ദിസ് ഇസ് വാട്ട് ഐ ഡു ആൻഡ് ഇറ്റ്സ് വെരി സിമ്പിൾ. അധികം കുറേ പ്രോഡക്ട്സ് അങ്ങനെ ഒന്നും ഞാൻ യൂസ് ചെയ്യാറില്ല. അതുപോലെ തന്നെ വേറൊരു കാര്യം, ഐ ഡോണ്ട് ഹാവ് ലൈക്ക് റിയലി ലോങ് ഷൈനി ഹെയർ. സോ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഈ കുട്ടി എന്തിനാണ് ഇതിനെപ്പറ്റി സംസാരിക്കുന്നതെന്ന്. ഐ യൂസ് ടു ഹാവ് റിയലി ലോങ് ഹെയർ. ഞാൻ ഇവിടെ ഒരു പിക്ചറിൽ കാണിക്കാം. പിന്നെ ഐ കട്ട് ഇറ്റ് റിയലി ഷോർട്ട്. വേണ്ടായിരുന്നു എന്ന് തോന്നി, ബട്ട് ഇറ്റ്സ് ഓക്കെ. ഹെയറിനൊരു ചേഞ്ച് വേണമല്ലോ എന്ന് വിചാരിച്ചിട്ട് വെട്ടിയതാണ്. ആ പിക്ചർ ഞാനിവിടെ കാണിക്കാം. ആൻഡ് റൈറ്റ് നൗ ദിസ് ഇസ് മൈ ഹെയർ ആൻഡ് ദിസ് ഇസ് ഹൗ മച്ച് ഐ ഹാവ്. ഇതാണ് എനിക്കിപ്പോൾ ഉള്ള ലെങ്ത്ത്. ആൻഡ് ഞാൻ മുടി വെട്ടിയത് ഇറ്റ് വാസ് ഇൻ നവംബർ. സോ ഇപ്പോൾ ഒരു 6 months ആയി മുടി വെട്ടിയിട്ട്. അപ്പം മുടി ഇത്രയാണ് എനിക്ക് 6 months ഇത്രയാണ് ഞാൻ വെട്ടിക്കളഞ്ഞത്. ഷോർട്ടായിരുന്നു അത്യാവശ്യം. അപ്പോൾ ഇത്രയാണത് വളർന്നതും. ആൻഡ് ഇടയ്ക്കിടയ്ക്ക് ഞാൻ 2 months ഒക്കെ കൂടുമ്പോൾ ട്രിം ചെയ്യാറുണ്ട് ഹെയർ. സോ മൈ ഹെയർ ഗ്രോത്ത് ഇസ് പ്രിറ്റി ഡീസെൻറ്റ്. ഭയങ്കര ഹെയർ ഗ്രോത്ത് ഒന്നുമില്ല. ആൻഡ് ഐ ഡു ഹാവ് എ ലോട്ട് ഓഫ് ഹെയർ ഫോൾ. ഇവിടെ ഞാൻ UAE സെറ്റിൽഡ് ആണിപ്പം. സോ UAE എല്ലാവരുടെയും ഓൾമോസ്റ്റ് എല്ലാവരുടെയും ഒരു കംപ്ലയിൻ്റ് ആണ് ഹെയർ ഫോൾ, ബിക്കോസ് ദ വാട്ടർ ഹിയർ ഇസ് നോട്ട് റിയലി ഗുഡ്. വരുന്ന വെള്ളം പ്രശ്നമാണ്, മുടിക്ക് അത്ര നല്ലതല്ല. ബട്ട് സ്റ്റിൽ ഐ ട്രൈ മൈ ലെവൽ ബെസ്റ്റ് ടു ടേക്ക് കെയർ ഓഫ് ഇറ്റ്. ലെറ്റ്സ് ടോക്ക് അബൌട്ട് ദ പ്രോഡക്ട്സ് ഐ യൂസ് ഓൺ മൈ ഹെയർ. ടിപ്പിക്കൽ മലയാളി കുട്ടി. പാരഷൂട്ട് കോക്കനട്ട് ഹെയർ ഓയിൽ. ഇത് ഹെയർ ഓയിലാണോ? 100% പ്യുവർ കോക്കനട്ട് ഓയിൽ എന്നാണ് ഇവർ പറയുന്നത്. ദിസ് ഈസ് വാട്ട് ഐ യൂസ് ഓൺ മൈ ഹെയർ. റെഗുലറായിട്ട് ഓയിൽ ചെയ്യാറില്ല. whenever I take a head bath, this is what I use. പിന്നെ എനിക്ക് സെക്കൻഡായിട്ട് ഒരു സെക്കൻഡ് ഫേവറേറ്റ് ഹെയർ ഓയിലും കൂടി ഉണ്ട്. അതിതാണ്. ഇതിൻ്റെ പേര്, ഇത് പാരഷൂട്ടിൻ്റെ തന്നെയാണ്. ജാസ്മിൻ ഓയിലാണ്, ഫ്ലോറ. ഇതാണ് ആ രണ്ടാമത്തെ ഹെയർ ഓയിൽ. മുടി വളരുന്നുണ്ടോ, ഹെൽത്തി ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മൈ ഹെയർ ഇസ് ഹെൽത്തി. കുറച്ച് സ്ട്രോങ് ആണ്. അപ്പം ഐ തിങ്ക് ദേ വർക്ക്. പിന്നെ ഞാൻ അധികം എക്സ്പെരിമെൻറ്റ് ചെയ്തിട്ടില്ല ഹെയർ ഓയിലിൻ്റെ കാര്യത്തിൽ. കാരണം പണ്ടോട്ടേ പറഞ്ഞ് കേട്ടിട്ടുള്ള ഒരു കാര്യമാണ് കോക്കനട്ട് ഓയിൽ ഇസ് ഗുഡ് ഫോർ ഹെയർ. സോ കോക്കനട്ട് ഓയിൽ തന്നെയാണ് നിൽക്കുന്നത്. എൻ്റെ ചേച്ചി കാസ്റ്റർ ഓയിൽ യൂസ് ചെയ്യാറുണ്ട്. ഐ തിങ്ക് ഇറ്റ്സ് ഗുഡ് ടു, ബട്ട് കാസ്റ്റർ ഓയിൽ ഇസ് ക്വൈറ്റ് തിക്ക്. ഈ തിക്ക് കൺസിസ്റ്റൻസി ഉള്ളതുകൊണ്ട് തന്നെ എനിക്ക് അത് മുടിയിൽ തേച്ച് കഴിഞ്ഞാൽ പിന്നെ കഴുകിക്കളയാനുള്ളൊരു ബുദ്ധിമുട്ടൊക്കെ കൊണ്ട് തന്നെ ഞാൻ ഈ പാരഷൂട്ട് ഓയിൽ, കോക്കനട്ട് ഓയിൽ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. എത്ര ടൈംസ് ഞാൻ ഓയിൽ ചെയ്യുന്നു വെച്ചാൽ എല്ലാ ഓൾട്ടർനേറ്റീവ് ഡേയ്സിലും ഞാൻ മുടി നനയ്ക്കാറുണ്ട്. ആൻഡ് ഐ നോ ദർ ആർ പീപ്പിൾ ഹു വാഷ് ദെയർ ഹെയർ ജസ്റ്റ് വൺസ് എ വീക്ക്, ട്വൈസ് എ വീക്ക്. പക്ഷെ ഞാൻ 3 times എ വീക്ക് ചെയ്യാറുണ്ട്. ബിക്കോസ് ഐ ഫീൽ ലൈക്ക് മൈ ഹെയർ ഗെറ്റ്സ് എ ലിറ്റിൽ ഡ്രൈ ഇഫ് ഐ ഡോണ്ട് വാഷ് ഇറ്റ്. അപ്പോൾ അതുകൊണ്ടാണ്. പിന്നെ അത്ര ഫ്രിസി ഹെയർ ഒന്നും അല്ല. പിന്നെ ഷോർട്ട് ബേബി ഹെയർസ് അത്രയ്ക്ക് ഇല്ലാത്തത് കൊണ്ട് തന്നെ എനിക്കങ്ങനെ ഷാമ്പൂയും അത്ര പ്രശ്നമായിട്ട് തോന്നിയിട്ടില്ല. ഷാമ്പൂവിൻ്റെ കാര്യത്തിൽ കുറച്ച് എക്സ്പെരിമെൻറ്റ് ചെയ്യുന്ന ആളാണ്. But I used to use Head and Shoulders, but I'm not a fan of Head and Shoulders. കാരണം Head and Shoulders എനിക്ക് ഹെയർ ഡ്രൈ ആക്കുന്ന പോലെ തോന്നും. സോ ഡവ് ഓർ പാൻകേക്ക്, ഇത് രണ്ടുമാണ് ഞാൻ മാറി മാറി യൂസ് ചെയ്യുന്നത്. 2 ഷാമ്പൂ. ആൻഡ് ഐ മേക്ക് ഷുവർ ദാറ്റ് ഇഫ് ഐ എം യൂസിങ് ഡവ് ഷാമ്പൂ ഐ യൂസ് ഡവ് കണ്ടീഷണർ. ഐ ഡോണ്ട് മിക്സ് ബിറ്റ്വീൻ 2. ആൻഡ് വെനെവർ ഐ യൂസ് ഷാമ്പൂ ഞാൻ ഡെഫിനറ്റ് ആയിട്ട് കണ്ടീഷണർ യൂസ് ചെയ്യും. സോ ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ഷാമ്പൂ യൂസ് ചെയ്ത ഉടനെ കണ്ടീഷണറും യൂസ് ചെയ്യണം. കാരണം ഇല്ലെങ്കിലും മുടി ഭയങ്കര ഡ്രൈ ആവും. പിന്നെ ഓയിൽ ചെയ്യുന്ന കാര്യമാണെങ്കിലും സ്കാൽപ്പിൽ നന്നായിട്ട് ഓയിൽ ചെയ്യാൻ നോക്കുക. പിന്നെ ടിപ്സ്, മുടിയുടെ ടിപ്പാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഫ്രിസി ആവാനും സ്പ്ലിറ്റ് എൻഡ്സ് വരാനും ചാൻസ് കൂടുതൽ. അതുകൊണ്ട് അതും നന്നായിട്ട് നോക്കുക. പിന്നെ ഞാൻ ഓയിലിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഒരു കാര്യം കൂടി ഞാൻ ചെയ്യും. ദാറ്റ് ഈസ് ഹോട്ട് ഓയിൽ. ഹോട്ട് ഓയിൽ ട്രീറ്റ്മെൻറ്റ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ടേക്ക് എ ലിറ്റിൽ ഓയിൽ ലൈക്ക് ഹൗ മച്ച് എവർ യു വോണ്ട് ആൻഡ് ദെൻ ഒന്ന് ഹീറ്റ് ചെയ്യുക. മൈക്രോവേവിൽ വെച്ചിട്ട് ഞാനൊരു 1 minute മൈക്രോവേവിൽ വെച്ചിട്ട് ജസ്റ്റ് ഒരു കുറച്ച് വോം എന്ന് തോന്നുന്ന ഇതിൽ മുടിയിൽ തേക്കാറുണ്ട്. വൺസ് എ വീക്ക് ചെയ്യുന്നത് ഇറ്റ്സ് വെരി ഗുഡ് ഫോർ യുവർ ഹെയർ. കോട്ടൺ ബോൾസ് വെച്ചിട്ടാണ് ചെയ്തത്. കോട്ടൺ ഡിപ്പ് ചെയ്തിട്ട് എല്ലായിടത്തും മുടിയിൽ എല്ലായിടത്തും തേക്കും. അങ്ങനെയാണ് ഞാൻ നോർമലി ചെയ്യാറ്.
പിന്നെ അമ്മ ചെയ്തു തരും. അമ്മയാണ് ഇതിൻ്റെ മെയിൻ ആള്. അമ്മനെ സോപ്പിട്ട് ചെയ്യിപ്പിക്കലാണ് എൻ്റെ പരിപാടി. അപ്പോൾ അതാണ് ഓയിലിംഗ്. ദെൻ അഗൈൻ ഷാംപൂ ഞാൻ പറഞ്ഞ പോലെ എൻ്റെ റെക്കമെൻഡേഷനോ എൻ്റെ ഫേവറേറ്റ്സോ അങ്ങനെ ഒന്നും തന്നെ ഇല്ല. എക്സ്പെരിമെൻറ്റ് വിത്ത് യുവർ ഷാംപൂ വിച്ച് എവർ വർക്ക്സ് ബെസ്റ്റ് ഫോർ യുവർ ഹെയർ, അത് കണ്ടിന്യൂ ചെയ്യുക. എനിക്ക് പാൻറ്റീനും ഡൗവാണ് എൻ്റെ ഹെയറിൽ ഒരു ഓക്കെ കുഴപ്പമില്ല, മുടി അത്ര ഡ്രൈ ആവുന്നില്ല എന്ന് ഫീൽ ചെയ്തത് എനിക്കത് രണ്ടുമാണ്. സോ ദാറ്റ്സ് വൈ ഐ എം യൂസിങ് ദാറ്റ്. ആൻഡ് മേക്ക് ഷുവർ യു യൂസ് ദ സെയിം ബ്രാൻഡ് കണ്ടീഷണർ ആൻഡ് ഷാംപൂ. ഒരു കാര്യം, ദ തേർഡ് തിങ് ഇസ് ഹൗ വി ഡ്രൈ അവർ ഹെയർ. ഡ്രൈ ചെയ്യുമ്പോൾ മേക്ക് ഷുവർ യു ഡോണ്ട് റബ് യുവർ ഹെയർ. മുടി എന്നൊക്കെ അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടോ പിറ്റേ ദിവസം എൻ്റെ മുടി നല്ല റഫായിട്ടാണ് ഇരിക്കുന്നത്. സോ ഇപ്പോൾ ഞാനൊരു ഓൾമോസ്റ്റ് 1 year ആയിട്ട് ഞാനൊരു സ്പെഷ്യൽ ടവൽ യൂസ് ചെയ്യുന്നുണ്ട്. ഇറ്റ്സ് ദിസ് തിങ് വിച്ച് ഐ ബോട്ട് ഓൺലൈൻ വാങ്ങിയത്. ഇത് നല്ല സോഫ്റ്റ് മെറ്റീരിയലാണ്. നിങ്ങൾ ഇങ്ങനെയൊന്നും വാങ്ങണമെന്നൊന്നുമില്ല. യു ക്യാൻ യൂസ് എ നോർമൽ കോട്ടൺ ടീഷർട്ട് വെച്ചിട്ട് മാക്സിമം നിങ്ങൾ ദേഹത്ത് ഉപയോഗിക്കുന്ന ടവല് തലയിൽ മുടി ഡ്രൈ ആക്കാൻ ഉപയോഗിക്കാണ്ടിരിക്കുക. കാരണം ഇറ്റ് ക്യാൻ ടേക്ക് ഓഫ് ഓൾ ദി ഓയിൽ ആൻഡ് ദെൻ ഇറ്റ് ക്യാൻ ഗിവ് യു സ്പ്ലിറ്റൻസ് ആണ് നമ്മളുടെ ഹെയറിൻ്റെ മെയിൻ പ്രശ്നം. സോ ദിസ് ഈസ് വാട്ട് ഐ യൂസ്. ഇതൊരു ഹെയർ ടവൽ തന്നെയാണ്. ഇതിപ്പോൾ കുറേ നാളായിട്ട് യൂസ് ചെയ്യുന്നതാണ് ഞാൻ. ഇറ്റ്സ് വെരി സോഫ്റ്റ്, ഫാബ്രിക് ഭയങ്കര സ്മൂത്താണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് അത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഓരോരുത്തരുടെ ഹെയർ ടൈപ്പ് എങ്ങനെയാണെന്ന് വെച്ചാൽ അങ്ങനെ ചെയ്യാം. ഇപ്പോൾ പിന്നെ ഞാൻ ഒരു സാധനം മുടിയിൽ തേക്കാറുണ്ട്. അത് കുറച്ച് നാളായിട്ടുള്ളത് ചെയ്യാൻ തുടങ്ങിയിട്ട്. ബട്ട് ഐ ഡോണ്ട് ഫൈൻഡ് എനി നെഗറ്റീവ് സൈഡ് ടു ഇറ്റ്. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നത് ഇതാണത്, പാൻറ്റീൻ ഓയിൽ റിപ്ലേസ്മെൻറ്റ് ക്രീം. അപ്പോൾ ഇതെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ സിമിലർ ടു ആൻ ഓയിൽ ബട്ട് ഇറ്റ്സ് ലൈക്ക് എ ക്രീം. അപ്പോൾ ഇത് ഞാൻ കുളിച്ച് കഴിഞ്ഞിട്ട് നനഞ്ഞ മുടിയിൽ ജസ്റ്റ് ഒരു ഇച്ചിരി എടുത്തിട്ട് മുടി ഒന്ന് ഡാബ് ചെയ്യുക, അത്രേ ഉള്ളൂ. ജസ്റ്റ് ടിപ്സിൽ മാത്രം, ഒരിക്കലും സ്കാൽപ്പിൽ ഇതൊന്നും എടുത്ത് തേക്കരുത്. ജസ്റ്റ് ടിപ്പിൽ മാത്രം ഞാനൊന്ന് തേച്ച് കൊടുക്കും. അപ്പോൾ തന്നെ മുടി ഒരു ഭയങ്കര എന്താ പറയുക, ഒരു സോഫ്റ്റ് ആവുന്ന പോലെ നമുക്ക് തോന്നും. അപ്പോൾ രാവിലെ എണീക്കുമ്പോൾ മുടി ഡ്രൈ ആയിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഫീൽസ് ഗുഡ്. ഇതൊക്കെയാണ് ഞാൻ എൻ്റെ മുടിക്ക് ചെയ്യുന്ന കാര്യങ്ങൾ. പിന്നെ വേറെ ജനറൽ ടിപ്സ് പറയാനാണെങ്കിൽ, മുടി എന്ന് പറയുന്നത് കേളി ഹെയർ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് നോട്ട് വീഴും. അങ്ങനത്തെ മുടിയാണ് എനിക്ക്. അപ്പോൾ ഞാൻ മാക്സിമം നോട്ട് കളയുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഏറ്റവും അടിയിൽ നിന്ന് ബ്രഷ് ചെയ്ത് പയ്യെ മുകളിലേക്ക് പോകും. ആദ്യമേ മുകളിൽ നിന്ന് ഇങ്ങനെ വലിച്ചു തുടങ്ങി കഴിഞ്ഞാൽ ഫുൾ താഴെ എത്തുമ്പോൾ അതൊരു ബോളായിട്ട് ഫുൾ കട്ട പിടിച്ചിരിക്കും. ആ അവസ്ഥ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. സോ അതുകൊണ്ടാണ് ഇത് പ്രത്യേകം എടുത്ത് പറയുന്നത്. എപ്പോഴും ഏറ്റവും താഴേന്ന് പയ്യെ ചീവി മുകളിലേക്ക് പോവുക. അപ്പോൾ മുകളിലെത്തുമ്പോഴത്തേക്കും നമ്മുടെ താഴത്തെ മുടികൾ ഓൾമോസ്റ്റ് ഒരു സ്മൂത്തായിട്ട് ഉണ്ടാവും. പിന്നെ മുകളിൽ നിന്ന് കളയുന്ന ഒരു പ്രശ്നമുള്ളൂ. അപ്പോൾ അത്രയ്ക്ക് അങ്ങ് ഹെയർ ഫോൾ ഉണ്ടാവില്ല. പിന്നെ നനഞ്ഞ മുടി ചീവാണ്ടിരിക്കുക. ഞാൻ നനഞ്ഞ മുടി ചീവുന്ന ആളല്ല. ഐ ഡോണ്ട് നോ ഇഫ് ഇറ്റ്സ് ഗുഡ് ഓർ ബാഡ്, ബട്ട് ഐ തിങ്ക് ഹെയർ ഫോൾ കൂടുതലാവാൻ ചാൻസ് ഉണ്ട്. ഞാൻ ചിലവർ പറയുന്നത് കേട്ടിട്ടുണ്ട്, കുളിച്ച് കഴിഞ്ഞിട്ട് മുടി ചട കളയുന്നത്, നോട്ട്സ് കളയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ ഞാനത് റെക്കമെൻഡ് ചെയ്യുന്നില്ല. മേ ബി ഫോർ സ്ട്രെയിറ്റ് ഹെയർ ഇറ്റ്സ് ഫൈൻ. സ്ട്രെയിറ്റ് ഹെയറിന് വേണ്ടി അത്രയ്ക്ക് അങ്ങ് ചട പിടിക്കാത്ത ടൈപ്പ് ആയതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷേ സോ ദീസ് ആർ സം ഓഫ് ദ ടിപ്സ് വിച്ച് ഐ ഡു ടു മൈ ഹെയർ. അപ്പം നിങ്ങൾക്ക് ഇതിന് എന്തെങ്കിലും കംപ്ലയിൻറ്റ് ഉണ്ടെങ്കിൽ ഐ എം സോറി. പിന്നെ ഞാൻ പറയുന്ന എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നില്ലെങ്കിലും അതങ്ങനെ വിട്ടേക്കുക. ഇങ്ങനത്തെ ഒരു വീഡിയോ ഞാൻ ഒരിക്കലും ചെയ്യുമെന്ന് വിചാരിച്ചതല്ല. ബട്ട് സ്റ്റിൽ കുറച്ച് ഗേൾസെങ്കിലും എന്നോട് പറഞ്ഞു, ചേച്ചി ഒന്ന് ഹെയർ കെയർ റുട്ടീൻ പറഞ്ഞു തരൂ, ഹെയർ കെയറിൽ എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ കുറച്ച് പേർക്കെങ്കിലും ഇത് ഹെൽപ്ഫുൾ ആവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അതുകൊണ്ട് മാത്രം ചെയ്യുന്നതാണ്. അല്ലാണ്ട് നിങ്ങൾ ചെയ്യുന്നത് ശരിയല്ല, ഞാൻ ചെയ്യുന്നത് ശരിയാണെന്ന് പറയാൻ വേണ്ടിയുള്ളതൊന്നുമല്ല. സോ പിന്നെ ഒരു കാര്യം ഞാൻ പറഞ്ഞു, മുടിയിൽ കെട്ടുന്ന ഹെയർ ടൈ ഞാൻ കുറച്ച് നാളായിട്ട് യൂസ് ചെയ്യുന്ന ഒരു സംഭവമാണിത്. സ്ക്രഞ്ചീസ് എന്നാണ് എന്നെ പറയുന്നത്. ഇത് ക്ലോത്ത് മെറ്റീരിയലാണ്. ഇറ്റ്സ് സോ ഗുഡ്. അവിടെ മുടി അത് ഊരുമ്പോൾ, സാധാരണ ഞാൻ ഹെയർ ടൈ ചെയ്തിട്ട് മുടി ഊരുമ്പോൾ പുറത്തൊക്കെ പോയി വന്നു കഴിയുമ്പോൾ മുടിയിൽ അതൊക്കെ കെട്ടി പിടിച്ചിട്ട് ഊരുമ്പോൾ പറയേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. യു ഓൾ ബിൻ ദേർ. കുറേ ഹെയർ ഫോൾ ഉണ്ടാവും. പക്ഷേ ഈ സാധനം ഇതിട്ട് കഴിഞ്ഞാൽ നമ്മുടെ മുടി ഇങ്ങനെ ഈസി ആയിട്ട് ഊരിയെടുക്കാൻ പറ്റും. ഹെയർ ഫോൾ 100% ഇല്ല എന്നല്ല ഞാൻ പറയുന്നത്, ബട്ട് ഇറ്റ്സ് വേ ബെറ്റർ ദാൻ ദ നോർമൽ റെഗുലർ റബ്ബർ ബാൻഡ്. ആൻഡ് ഡോണ്ട് യൂസ് റബ്ബർ ബാൻഡ് ഞാൻ ഉദ്ദേശിച്ചത് നമ്മുടെ മറ്റേ റബ്ബർ ബാൻഡ് യൂസ് ചെയ്യരുത്. ഹെയർ ടൈസ്, ഇറ്റ്സ് വേ ബെറ്റർ ദാൻ നോർമൽ ഹെയർ ടൈസ്. ദിസ് തിങ് ഇറ്റ്സ് കോൾഡ് സ്ക്രഞ്ചീസ്. ഇത് ക്ലോത്ത് മെറ്റീരിയൽ ആണ്. മുടി അങ്ങനെ
ഇടയിലൊന്നും കയറാനുള്ള ഒരു ചാൻസ് ഇല്ല. ഇപ്പോഴും ഞാൻ അത് തന്നെയാണ് കെട്ടിയിരിക്കുന്നത്. കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇപ്പോഴും ഞാൻ അത് തന്നെയാണ് കെട്ടിയേക്കുന്നത്. ആ ഒരു സാധനമാണ്. അപ്പോൾ ഞാനതൊരു 5-6 വാങ്ങി വെച്ചിട്ടുണ്ട് എപ്പോഴും ഉപയോഗിക്കാൻ. ഇത് ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ട് വർഷങ്ങളൊന്നും ആയിട്ടില്ല, കുറച്ച് മന്ത്സ് ആയിട്ടുള്ളൂ ഈ സാധനം, ഈ സ്ക്രഞ്ചീസ് വാങ്ങിയിട്ട്. ബട്ട് ഇറ്റ് വർക്ക്സ് റിയലി വെൽ. നല്ലൊരു ഡിഫറൻസ് ഉണ്ട് മുടിക്ക്. ഈ ഒരു ഭാഗത്തായിട്ട് നമ്മളെപ്പോഴും, അല്ലെങ്കിൽ പിന്നെ വേറൊരു കാര്യം, മൈഗ്രെയിൻ ഉള്ളവർക്കാണെങ്കിലും തലവേദന, മുടി ഭയങ്കര ടൈറ്റായിട്ട് കെട്ടുമ്പോൾ തലവേദന വരുന്നവർക്കും ഇത് നല്ലതാണ്. കാരണം ഇതൊട്ടും മുടി ഇങ്ങനെ വലിയുന്ന പോലെ തോന്നത്തില്ല. അപ്പോൾ എല്ലാ കാര്യം പറഞ്ഞു എന്ന് തോന്നുന്നു. ആക്ച്വലി ഞാൻ ഇതൊന്നും എഴുതി വെച്ചിട്ടുണ്ടായിരുന്നില്ല, പെട്ടെന്ന് ഇത് ഇന്നലെ കണ്ടതാണ് ഞാൻ ഈ സജഷൻസ്. അപ്പോൾ അങ്ങനെ ഐ തോട്ട് ഐ ഡു വൺ. എന്തായാലും കുറച്ച് പേർക്കെങ്കിലും ഇത് ഹെൽപ്ഫുൾ ആണെങ്കിൽ അത് വളരെ സന്തോഷമായിരിക്കും. ആൻഡ് യാ, ദാറ്റ്സ് അബൌട്ട് ഇറ്റ് ഫോർ ദ വീഡിയോ. വേറെ ഒന്നുമില്ലല്ലോ. വേറെ ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ അതോ കമൻറ്റ്സിലോ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് പറ്റുന്നതാണെങ്കിൽ ഞാൻ ക്ലിയർ ചെയ്ത് തരാം. സോ ദാറ്റ്സ് അബൌട്ട് ഇറ്റ് ഫോർ ദ വീഡിയോ. നിങ്ങൾക്ക് കുറച്ച് പേർക്കെങ്കിലും ഇത് യൂസ്ഫുൾ ആവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ലൈക്ക് ഐ ഓൾവേസ് സേ, സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ സൈഡിലൊരു ബെൽ ബട്ടൺ ഉണ്ട്, അതും കൂടി ഒന്ന് ഓൺ ആക്കിയിടുക. ആൻഡ് അത്രേ ഉള്ളൂ, ഇന്നത്തേക്ക് അത്രേ ഉള്ളൂ. താങ്ക്സ് ഫോർ സ്റ്റേയിങ്, താങ്ക്സ് ഫോർ വാച്ചിങ്.